അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്കിന്നൊരു മാറ്റിൽഡ കേക്കിൻ്റെ ഒക്കെ ഒരു കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള നല്ലൊരു കേക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ ബൗൾ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കവിടെ മാറ്റി വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 കപ്പ് പഞ്ചസാരയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. പഞ്ചസാര ഞാൻ പൊടിക്കാണ്ട് തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ഞാനൊരു 1/2 കപ്പ് കൊക്കോ പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൊക്കോ പൗഡർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ലൊരു ബ്രാൻഡായിട്ടുള്ള കൊക്കോ പൗഡറിനെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ കുറച്ചൊന്ന് ഡാർക്ക് ആയിട്ടുള്ളതും എടുത്താൽ നമ്മളെ കേക്കിന് നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അതൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമ്മൾ ചോക്ലേറ്റ് കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒരേ അളവിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന നമ്മൾ ചെറിയ ടീസ്പൂണില്ല, ആ ഒരു ടീസ്പൂണിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡറൊക്കെ നല്ലോണം ഒന്ന് സെറ്റായിട്ട് വരണമല്ലോ. പിന്നെ അതുപോലെ തന്നെ കൊക്കോ പൗഡറും ഉള്ളതല്ല. അപ്പോൾ നല്ലോണം ഒന്ന് സെറ്റായിട്ട് നമുക്കവിടെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കട്ടെ. അപ്പോൾ ഞാനിവിടെ വേറൊരു ബൗളിലേക്ക് നമ്മൾ കോഫി പൗഡർ ഇല്ലേ അത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോഫി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂണോളം കോഫി പൗഡർ എടുത്തിട്ട് എന്നിട്ട് അതൊരു തിളച്ച വെള്ളത്തിൽ 1 കപ്പ് തിളച്ച വെള്ളം എന്നിട്ട് എടുത്തിട്ടുള്ളത് ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബട്ടർ മിൽക്ക് ഞാനൊരു 3/4 കപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ. ബട്ടർ മിൽക്ക് ഉണ്ടാക്കാൻ അറിയാമല്ലോ. ഒരു 3/4 കപ്പ് പാൽ എടുക്കാൻ അതിലേക്ക് നമ്മൾ വിനാഗിരിയോ അല്ലെങ്കിൽ ലെമൺ ജ്യൂസോ ഒഴിച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ നല്ല ബട്ടർ മിൽക്ക് നമുക്ക് സെറ്റായിട്ട് വരും. എന്നിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 2 മുട്ടയും കൂടെ ഞാൻ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വാനില എസൻസ് ചേർക്കുന്ന വീഡിയോ മിസ്സായി പോയതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് അതും കൂടെ എല്ലാം മിക്സ് ആക്കിയിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ല അതിലേക്ക് ഈ ഒരു കൂട്ട് ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ വേണ്ടത്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ല ഒരു ക്രീം രൂപത്തിൽ നമുക്ക് ആക്കിയെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബീറ്റർ വേണമെങ്കിൽ ഈ സമയത്ത് ബീറ്റർ ഉപയോഗിച്ചാലും മതി കേട്ടോ. ഞാനിപ്പോൾ ബീറ്ററൊന്നും എടുത്തിട്ടില്ല. ഇതുപോലത്തെ ഒരു ഫോർക്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ തന്നെ നമ്മളെ കേക്ക് നല്ല ഒരു സിൽക്കി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബേക്കിംഗ് പാത്രമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബേക്കിംഗ് ഷീറ്റൊക്കെ വെച്ചിട്ട് എന്നിട്ട് അതിലേക്ക് ഞാൻ ഈ ഒരു കൂട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 7 ഇഞ്ചില്ലേ നമ്മൾ ആ ഒരു ചെറിയ ടിന്ന് അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊരു 3/4 ഭാഗം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ ബേക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത് ഒരു 180 ഡിഗ്രിയിൽ 20 to 25 മിനിറ്റ്സാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. അതപ്പോൾ അതവിടെ ബേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ നമ്മൾ ക്രീം റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരേ അളവിൽ ചോക്ലേറ്റും അതുപോലെ തന്നെ ഒരേ അളവ് നമ്മൾ ക്രീമില്ലേ നമ്മൾ ഫ്രഷ് ക്രീമൊക്കെ ഇല്ല ആ ഒരു ക്രീമാണ് കേട്ടോ ഇതിന് വേണ്ടത്. വിപ്പിംഗ് ക്രീമിൻ്റെ ആവശ്യമില്ലേ. അപ്പോൾ ഇതും രണ്ടും സെയിം അളവ് തന്നെ എടുക്കേണ്ട കേട്ടോ ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 250 ചോക്ലേറ്റും അതുപോലെ തന്നെ 250 ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടും സെയിം അളവിലെടുക്കുമ്പോൾ നമ്മൾ ഗനാഷിന് നല്ല ഒരു തിക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് എടുക്കുന്ന സമയത്ത് നല്ല ചോക്ലേറ്റ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഹെർഷീസിൻ്റെ ചോക്ലേറ്റാണ്. ഹെർഷീസിൻ്റെ ഡാർക്കും അതുപോലെ തന്നെ മിൽക്കും എല്ലാം വരുന്നുണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ അതെടുക്കട്ടെ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മിൽക്ക് കേക്കാണ്. അപ്പോൾ ഞാൻ അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് അവിടെ മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ കേക്കൊക്കെ ആ സമയത്ത് നമ്മൾ കേക്കൊക്കെ എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ 3 കേക്കാണ് കേട്ടോ ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ഈ ഒരു ബാറ്റർ വെച്ചിട്ട് നല്ല സോഫ്റ്റാണ് കേട്ടോ കേക്ക്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു മോയിസ്റ്റൊക്കെ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ ഈ ഒരു കേക്ക് കഴിക്കുന്ന സമയത്ത്. അപ്പം ഈ ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കേക്ക് ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3 ലെയറാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3 കേക്കല്ലേ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് നമ്മൾ ഗനാഷില്ലേ അത് ചേർത്ത് കൊടുക്കാൻ കേട്ടോ വേണ്ടത്. അപ്പം അതിൻ്റെ ഫില്ലിംഗ് ആക്കിയിട്ട് നിങ്ങൾക്ക് നട്ട്സൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ ഹെസാൽനട്ട് അതുപോലെ തന്നെ മറ്റേ വാൾനട്ട് അല്ലെങ്കിൽ ബദാം എന്ത് വേണം നിങ്ങൾക്ക് യൂസ് ചെയ്യുക. ഞാനിവിടെ ഒന്നും യൂസ് ചെയ്തിട്ടൊന്നുമില്ല, വെറും ഗനാഷ് മാത്രമാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എല്ലാ ലെയറിലും ഇതുപോലെ നല്ലോണം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കേക്ക് സോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് സോക്കിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ല സോഫ്റ്റാണ് കേട്ടോ കേക്ക്. അപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒന്നാമത് ഗനാഷും കുറച്ചൊന്ന് ഇതല്ല, അപ്പോൾ അതിൻ്റെ സോക്കിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാനൊരു സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. നമുക്ക് 3 ലെയറില്ല, അപ്പം ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റിക്ക് വെച്ചിട്ട് കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ കുത്തി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേൽഭാഗവും ഇതുപോലെ ചോക്ലേറ്റ് വെച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ ഗനാശ് വെച്ച് ചെയ്യുമ്പോൾ നമ്മളെ കേക്കിന് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ക്രീമിന് പോലെയല്ല, മറ്റേ ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ നല്ലോണം ഇഷ്ടമാവട്ടെ ഈ ഒരു കേക്ക്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ആ ഇംഗ്ലീഷിൻ്റെ ആ ഒരു ടച്ചൊക്കെ നമുക്ക് ഈ ഒരു കേക്ക് കഴിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു ചോക്ലേറ്റ് കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണേ. അപ്പോൾ നമുക്ക് ഈ ഒരു കേക്ക് നിങ്ങൾക്ക് ഇനിയും ചോക്ലേറ്റ് ഇനിയും വേണമെങ്കിൽ കഴിക്കുന്ന സമയത്ത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെയും കഴിക്കാം കേട്ടോ. ഞാനിവിടെ ഫുള്ളായിട്ട് തന്നെ അങ്ങനെ കട്ട് ചെയ്തിട്ട് കേക്കാണ് കേട്ടോ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഇത് വെച്ചിട്ട് നല്ലോണം ഒന്ന് ലെവൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള നല്ലൊരു കേക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും സബൊക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.